മഴത്തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂപൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവളി അമ്മാനം മാനത്തെ കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ദൈവമായിട്ട് അവന്റെ ആയുസ് നീട്ടിക്കൊടുത്തു. ഓപ്പറേഷൻ സക്സസ് ആണ്. പക്ഷേ ഇന്ന് രാത്രി ദൈവം ദാനം കൊടുത്ത ജീവൻ നമ്മൾ തിരിച്ചു വാങ്ങിയിരിക്കണം. നാളെ അവൻ ജീവനോടുണ്ടായിരിക്കരുത്. ബി കെയർഫുൾ. അന്നത്തെ പോലെ അബദ്ധമൊന്നും കാണിച്ചേക്കരുത്. ഇല്ല, ഇന്നൊരു കൈപ്പഴ പറ്റില്ല. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. എന്താ സാർ, ഇന്ന് നല്ല മൂഡിലാണെന്ന് തോന്നുന്നു. യെസ്, അതേ മാർഗരറ്റ്. യുദ്ധം ജയിച്ചു വരുന്ന പടനായകന്റെ ആവേശത്തിലാണ് ഞാൻ. പരാജയങ്ങളുടെ നീണ്ട നിര കഴിഞ്ഞ് ഒടുവിൽ മോഹനേന്ദ്രൻ വിജയം കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു. ഇന്ന് എന്റെ മാത്രം ദിവസമാ. ഇപ്പോഴും സാറ് രഹസ്യം സൂക്ഷിക്കുന്നു, അതോ തുറന്നു പറയാൻ എന്നെ വിശ്വാസമില്ല കേട്ടോ? നിന്നെ വിശ്വാസമില്ലെന്നോ? എനിക്ക് വിശ്വസിക്കാവുന്ന കൂട്ടത്തിൽ എന്ന് മുന്നിൽ തന്നെയാടി നീ. എങ്കി പറ, ആരോടായിരുന്നു യുദ്ധം? ഊണിലും ഉറക്കത്തിലും ഇപ്പൊ മോഹനേന്ദ്രന് ഒരു ശത്രുവുള്ളൂ, ആ ഉരുമ്പട്ടവള്, MRCയുടെ മാനസപുത്രി, സാക്ഷാൽ കൃഷ്ണവേണി. എന്താ അവളെ GM കമ്പനിയിൽ നിന്ന് പുറത്താക്കിയോ? പിന്നെ എന്ത് യുദ്ധം ജയിച്ചെന്ന സാർ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല.
അവളുടെ വരവോടെ ആടിയുലയാൻ തുടങ്ങിയ നമ്മുടെ സാമ്രാജ്യം കൂടുതൽ ശക്തമാകാൻ പോകുന്നു. നീയെന്ന് സൂചിപ്പിച്ചില്ലേ, അവളെ മാനസികമായി തകർത്താലേ നമുക്ക് ജയിക്കാനാവൂന്ന്. ആ പദ്ധതി ഞാനിന്ന് പരീക്ഷിച്ചു നോക്കി. ഇന്ന് രാത്രി അതിനുള്ള ബലി നടക്കും. ഒന്നല്ല, 2 ജീവനാ അതിനുവേണ്ടി നമ്മൾ കുരുതി കൊടുക്കുന്നു. അവക്ക് ഏറ്റവും വേണ്ടപ്പെട്ട 2 പേർക്ക് ഇന്ന് നമ്മൾ പരലോകത്തേക്ക് ടിക്കറ്റ് എടുക്കും. എന്തൊക്കെ സാറി പറയുന്നത്? സത്യം പറഞ്ഞ എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. നീ ഇങ്ങനെ ധൃതി പിടിച്ചാലോ മാർഗരറ്റ്? ഈ രാത്രി മുഴുവൻ കിടക്കുകയല്ലേ മുന്നിൽ. എല്ലാം വ്യക്തമായി മനസ്സിലാക്കി തരാൻ ഞാൻ. എന്റെ അനുജനെ കൊണ്ട് ആ പൊട്ടിപ്പെണ്ണിന്റെ കഴുത്തിൽ മിന്നു കെട്ടിക്കാൻ അവക്ക് ആവേശമായിരുന്നു. അതിന്റെ ഫലം അവൾ ഇന്ന് അനുഭവിക്കും. പാവം മധുവിധു ആഘോഷിക്കാൻ പോയിരിക്കുക. തിരിച്ചു വരുന്നത് തുന്നിക്കെട്ടി പായിൽ പൊതിഞ്ഞു കെട്ടിയിട്ടാവും. പക്ഷേ നമ്മൾ അല്പം കരുണ കാണിക്കണ്ടേ മാർഗരറ്റ്? 8ഉം പൊട്ടും തിരിയാത്തൊരു പാവം പെണ്ണിനെ പരലോകത്തേക്ക് ഒറ്റയ്ക്ക് വിടുന്നത് ശരിയാണോ? അവളുടെ ആത്മാവ് വഴിയറിയാതെ ബുദ്ധിമുട്ടില്ലേ? അതുകൊണ്ട് അവൾക്ക് കൂട്ടായി നമ്മൾ വേറൊരാളെ കൂടി അയക്കുന്നു. ആരെ? വേറെ ആരാ? അനുജത്തിക്കുട്ടി യാത്ര പോകുമ്പോ വേറെ ആരാ കൂട്ടുപോകേണ്ടത്? ഏട്ടനല്ലേ? അതുകൊണ്ട് ഏട്ടന് തന്നെ നറുക്ക് വീണു. ഇതൊക്കെ വിചാരിച്ച പോലെ നടക്കുന്ന എന്താ ഉറപ്പ്? ആ ഗിൽബർട്ടിന്റെ വാചകോടി വെറുതെ മുഖവിലേക്ക് എടുക്കല്ലേ സാർ? ഇല്ല മാർഗരറ്റ്, ഇത്തവണ അവന് പിഴക്കില്ല. ഈ രാത്രി അവനത് നേടും. ആഗ്രഹിച്ച പോലെ ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ നമുക്ക് ഉണർന്നിരിക്കാം. അല്ല, ഇന്ദു എവിടെ? നിന്റെ കൂടെ പോരാന്നാണല്ലോ അവള് പറഞ്ഞത്. അതിന് ഞാൻ വിളിച്ചിട്ട് വരണ്ടേ? കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് താളം തുള്ളി നിൽക്കുക അവിടെ. ടൗണിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ ഇറങ്ങി. ഇനിയിപ്പോ അവള് ഗോപന്റെ കൂടെ ആശുപത്രി തന്നെ കൂടുവാവോ? ഏയ് ഇല്ല അമ്മായി. സന്ധ്യക്ക് ഹരിമാഷിന് പിങ് അയക്കാന്ന അച്ഛൻ പറഞ്ഞത്. അതാ നല്ലത്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി, അപ്പ തുടങ്ങും പേടിയും വെപ്രാളും. ആട്ടെ, ഗോവൻ എങ്ങനെയുണ്ട്? നിങ്ങളോടൊക്കെ സംസാരിച്ചവൻ? ഇല്ല, അതിനൊക്കെ 1-2 ദിവസം കൂടെ കഴിയണം അമ്മായി. ഇപ്പോഴും റൂമിലേക്ക് മാറ്റിയിട്ടില്ലല്ലോ. എന്തായാലും വേണ്ടില്ല, ആ മാരാ രോഗത്തിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടല്ലോ, അത് എന്നെ സമാധാനം. അമ്മായി, ഇന്ന് MRCയും മാമ്പള്ളിയങ്ങളും കൂടി ഹോസ്പിറ്റലിൽ വന്നിരുന്നു. ഈശ്വരനാ മോളെ നിന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുവന്ന് എത്തിച്ചത്. ആ മനുഷ്യനില്ലായിരുന്നെങ്കിൽ ഗോവനെ നമുക്ക് തിരിച്ചു കിട്ടുമായിരുന്നോ? എന്ത് പാവമാണെന്നറിയോ അമ്മായി ആ മനുഷ്യൻ. ചിലപ്പോഴൊക്കെ ഇത്തിരി മുൻകോപുണ്ടെന്നേ ഉള്ളൂ. ഇത്രയും വലിയ കമ്പനിയുടെ ഉടമയാണെന്നുള്ള ഒരു ഭാവവും ഇല്ല. അത്രയ്ക്ക് സിമ്പിളാ. മനഃശുദ്ധി ഉള്ളവര് എത്ര സമ്പത്തുണ്ടായാലും നല്ല ഭാവയെ കാണിക്കുള്ളൂ മോളെ. അല്ലെങ്കിൽ നമ്മളെ പോലുള്ള പാവങ്ങളെ സഹായിക്കേണ്ട വല്ല കാര്യമുണ്ടോ മോളെ? സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം. കാശ് തന്ന് സഹായിച്ച വിവരം ആ മോഹനേന്ദ്രൻ എങ്ങാനും അറിഞ്ഞാലുള്ള കാര്യം ഓർക്കുമ്പോ എനിക്ക് പേടിയാവുക. മോളെന്തിനാ പേടിക്കുന്നത്? നമ്മൾ ചോദിക്കാതെ എന്നെ അറിഞ്ഞു സഹായിച്ചതല്ലേ. സ്വന്തം അനിയന്റെ ബന്ധുവായിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തോന്നിയില്ലല്ലോ അവറ്റകൾക്ക്. അല്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞ് ഒരുത്ത ആശുപത്രി കിടന്നപ്പോഴേ ഇവിടെ ടൂറ് പോവാനായിരുന്നല്ലോ ധൃതി. ടൂറ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരട്ടെ, നല്ലത് കൊടുക്കുന്നുണ്ട് ഞാൻ. കൊമ്പത്തൊരു രാജകുമാരനെ കിട്ടിയപ്പോ പെണ്ണങ്ങ് മതി മറന്ന് നടക്കുക. അമ്മായി, ഇനി അവളെ വഴക്കൊന്നും പറയണ്ട.
അവള് സന്തോഷമായി ജീവിക്കുന്നല്ലോ, അത് മതി നമുക്ക്. ഞാനൊന്നും പറയുന്നില്ല. അല്ല, അമ്മുക്കുട്ടി എവിടെ? സ്കൂൾ വിട്ട് വരേണ്ട സമയം കഴിഞ്ഞല്ലോ. സ്കൂളിൽ നിന്ന് വന്നിട്ട് എന്തായിരുന്നു ബഹളം? അവളെ കൊണ്ടുപോവാതെ ഗോപനെ കാണാൻ ഇന്ദു ഒറ്റയ്ക്ക് പോയി എന്ന് പറഞ്ഞ് ഒടുവിൽ കുഞ്ഞലക്ഷ്മി ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി. മോളെ ഒന്ന് വേഷം മാറ, അമ്മായി കാപ്പി എടുക്കാം. ശരി.
എനിക്കറിയാമായിരുന്നു നീ ഇവിടെ വരുമെന്ന്. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം നായന്റെ മോനെ, എപ്പോഴത്തെ പോലെ നീ എന്നെ വെട്ടിച്ച് കടന്നു കളയാന്ന് കരുതി അല്ലേടാ? എടുത്തവനെ വണ്ടിയിലോട്ട് ഞാനാ ഗൗരി. പറഞ്ഞതുപോലെ നന്ദിനിയുടെ ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്തു.